വീട്ടിൽ ഇരുന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് സ്റ്റേഡിയത്തിൽ കളി കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് നിർത്തി. ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല. ഇത് നോക്കിയേ, ടിക്കറ്റ് ഒന്നും ഇല്ല. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് നോക്കിയേ, എല്ലാരും കയറിക്കൊണ്ടിരിക്കുവോ. ഇത് കണ്ട ഗേറ്റ് 14-16 ഗേറ്റ് വിടുന്നില്ല. ഈ സ്റ്റേഡിയത്തിനുള്ളിൽ കയറി ഒരു കളി കാണണം. ഞാൻ സത്യം ഓർത്തത് ബാറ്റും ബോളൊക്കെ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഫുട്ബോൾ ആണെന്ന്. അകത്തോട്ട് അങ്ങനെ കയറും. വിളിച്ചിട്ടുണ്ട്, അവനെ വിളിച്ചിട്ട് കിട്ടണില്ല, ഭയങ്കര തിരക്ക്. അതാണ് അതാണ് മിക്കവാറും നമ്മൾ നടന്ന് കാണണം. എറണാകുളം നടന്ന് കാണണം. എറണാകുളം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും പക്ഷേ ഒന്ന് വിളിച്ച് കളി കാണാൻ വന്നേ ഇരിക്കുന്ന സ്ഥലം നോക്കി. ഇത് ഒരു ടൗല് വിരിച്ച് സ്റ്റേഡിയത്തിൽ സീറ്റ് കിട്ടിയില്ലേ പാവയ്ക്ക്? എനിക്ക് സീറ്റ് കിട്ടണം, എനിക്ക് കേറാൻ അറിയാം കേട്ടോ. എനിക്ക് ഇപ്പോഴും 2 ചെക്കന്മാരെ ഇതൊരു ടൗല് വിരിച്ച് ഇരിക്കുന്ന സ്ഥലം നോക്കി കാണിച്ചു തരാം. സ്റ്റേഡിയം ഇതാണ്. ടിക്കറ്റ് കിട്ടില്ല, അതേ ഇരിക്കുന്നു. ടിക്കറ്റ് ഉണ്ടടാ, പിന്നെ അവിടെ എറണാകുളം ആലപ്പുഴ ഇങ്ങോട്ട് വന്നത്. ടിക്കറ്റ് ഉണ്ട്. ഞാനാണ് ഇവിടെ മറ്റേ സ്റ്റീഫൻ ദേവസിയുടെ പരിപാടി ഉണ്ട്, 2 നല്ല DJ ഒക്കെ ഉണ്ട്. അത് പുല്ല് തുള്ള ഇവിടെ പെയിന്റ് ഒക്കെ അടിച്ച് ഇവിടെ നിൽക്കാന്നൊക്കെ വിചാരിച്ചു വന്നതാ. എല്ലാം പോയി. എല്ലാരും കയറുന്നു നോക്കിയേ, എല്ലാവരും ടിക്കറ്റ് ഉണ്ടോ നോക്കി. ഇവിടെ ഒരാൾക്ക് മാത്രം സീറ്റ് ഇല്ല. അതെ ഇന്ന് നമ്മുടെ കളി നടക്കുന്നത് കൊച്ചി മലപ്പുറമാണ്. നമ്മള് ഇത് കളി കാണാൻ വന്നേ തോറ്റ പോയി. ചിരിച്ചേ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ കണ്ണിവിടെ വെച്ച് കേൾക്കത്തില്ല, പുറത്തിറങ്ങിയപ്പോ എനിക്ക് ഫോസ കൊച്ചിയുടെ ജേഴ്സി ഒക്കെ കിട്ടി. ഇനി ഫോട്ടോ ഒക്കെ എടുക്കണം കുറച്ചുകൂടെ.
നല്ലതായിട്ടിട്ട് വലുതാണ്, ലാർജാണ്. എനിക്ക് സ്മോളൊക്കെയാണ്, പക്ഷേ ലാർജ് മാത്രമേ. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. വേറെ മാച്ച് നമുക്ക് കോഴിക്കോടുണ്ട്, മലപ്പുറത്തുണ്ട്, 2 മണിണ്ട്, മണിണ്ട്. അപ്പം നമ്മുടെ കളിയൊക്കെ കഴിഞ്ഞു, മാച്ചൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു മാച്ച് റിയലായിട്ട് കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ഒന്നില്ലായിരുന്നെങ്കിൽ മിസ്സാവത്തില്ലായിരുന്നു. എനിക്ക് ആൽബിൻ എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട് കേട്ടോ. അവനാണ് ഇങ്ങനെ ചോദിച്ചു ടിക്കറ്റ് ഉണ്ട്, വേണോ വരുന്നോ എന്ന് ചോദിച്ചു. ഇന്ന് അന്ന് നോക്കിയില്ല, വേറെ ഇങ്ങോട്ട് വന്നു. ആക്ച്വലി ഇന്ന് കൊച്ചിക്ക് വരാനിരുന്നതാണ്. അപ്പം ഇന്ന് തന്നെ ആയിരുന്നു ഇവിടെ മാച്ച്. സ്റ്റേഡിയം നോക്കിക്കാൻ നൈസായിരുന്നു കേട്ടോ, നൈസ് വൈബായിരുന്നു. ഞങ്ങള് കൊച്ചി ടീമാണ് കേട്ടോ. ഇന്ന് കളി ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും കൊച്ചിയാണ്. കൊച്ചി. പിന്നെ അപ്പുറത്തെ ടീം മലപ്പുറമായിരുന്നു. മലപ്പുറം ജയിച്ചത്. പക്ഷെ നമ്മള് കൊച്ചി ജയിച്ചിരുന്ന കൊള്ളായിരുന്നു. കുമാറെ കള്ളത്തരം പറയില്ല ഗൈസ്. ഞാൻ തോറ്റാലും ജയിച്ചാലും കൊച്ചി. പക്ഷെ ഈ കുമാർ പറയണേ മലപ്പുറം അല്ലേ ജയിച്ച, മലപ്പുറത്തിന്റെ കൂടെ നിൽക്കാം. കള്ളത്തരം പറയില്ല കേട്ടല്ലോ. ഈ സെക്യൂരിറ്റിക്കാരുണ്ടല്ലോ, ഇവര് ഭയങ്കര മോശമായിരുന്നു ഇവരുടെ സ്വഭാവം. പൃഥ്വിരാജ് ഉണ്ട് പുറത്ത്. വെട്ടത്ത് നിന്ന് കാണാൻ പറ്റത്തില്ല. പൃഥ്വിരാജിനെ കാണാൻ പോവാ. അല്ല, പൃഥ്വിരാജിനെ കണ്ടു. പൃഥ്വിരാജ് എനിക്ക് നടക്കി വെച്ച് ഇറങ്ങി പോയെന്ന് തോന്നുന്നു. വെറുതെ കളി ഇതായി. പക്ഷെ കുഴപ്പമില്ല, നൈസായിരുന്നു. ഒരു ചില്ലടിച്ച് എല്ലാവരും കൂടെ നല്ല കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരൊക്കെ അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റി. കമ്പനി അടിച്ച് എത്ര ബോളോട് ഉണ്ടെന്ന് ബാക്കി നമ്മുടെ തിരുവനന്തപുരം കളി തീരുന്നു. അത് വിശ്വസിച്ചു. പിന്നെ ജേഴ്സി ഉണ്ടായി. ജേഴ്സിയൊക്കെ നല്ല സാധനമായിരുന്നു. അതായത് ഫാൻസിന് വേണ്ടിയിട്ടുള്ള ജേഴ്സി ആയിരുന്നു. വെറുതെ ഒന്നും അറിയത്തില്ല. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ധോണിയുടെ ജേഴ്സി മറ്റേ പ്ലാസ്റ്റിക് മാറ്റി വാങ്ങി വെച്ചേക്ക്. ഞാൻ അവസാനം അപ്പുറത്തുള്ള ചെക്കരും അടുത്തടുത്താ പവർ ബാങ്ക് സെക്യൂരിറ്റിക്കാർ ഒന്നും കയറ്റാൻ പറ്റത്തില്ല. വെള്ളം കഴിച്ചില്ല. എന്റെ ലിപ്സ്റ്റിക് ഇവിടെ വെച്ചു. ഞാൻ ലിപ്സ്റ്റിക് മാത്രം അങ്ങനെയല്ല, ചുമ്മാ ലിപ്സ്റ്റിക് എന്റെ പോക്കറ്റിൽ കിടന്നു. പക്ഷെ അത് സമ്മതിക്കുന്നില്ല. അത് ഭയങ്കര മോശം സ്വഭാവമായിരുന്നു. എനിക്ക് അതേ ഒരു